ഒരിടത്ത് ഒരു ദമ്പതികൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. 11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്കൊരു കുഞ്ഞു പിറന്നത്. സ്നേഹം നിറഞ്ഞ ആ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞ പുഞ്ചിരിയുമായി ആ ഒരു കുഞ്ഞ് കടന്നു വന്നു. അവരുടെ ലോകം ആ കുഞ്ഞിൽ ചുറ്റിപ്പറ്റി. ഓരോ നിമിഷവും അവർ അവനെ ലാളിച്ചു. അവരുടെ കൺമണി പോലെ അവനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അവനായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രകാശവും പ്രതീക്ഷയും. 2 വർഷം പിന്നിട്ടു. 2 വയസ്സുകാരനായ മകൻ വീടിന് ജീവൻ നൽകി. അവന്റെ കുസൃതിയും ആ ചിരിയും ആ വീടിനെ എന്നും ഉത്സവമാക്കി. ഒരു ദിവസം രാവിലെ ഭർത്താവ് ജോലിക്കിറങ്ങാൻ ധൃതി കൂട്ടി. മേശപ്പുറത്ത് തുറന്നു കിടക്കുന്ന മരുന്ന് കുപ്പി കണ്ടപ്പോൾ ഭാര്യയോട് അയാൾ പറഞ്ഞു, അതൊന്നെടുത്ത് അലമാറയിൽ വെക്കണമെന്ന്. നേരം ഒരുപാടായി, ഞാൻ പെട്ടെന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് അയാൾ ഓഫീസിലേക്ക് പോയി. അടുക്കളയിൽ പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്ന ഭാര്യയുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം പാടെ മാഞ്ഞുപോയി. കളിച്ചു കൊണ്ടിരുന്ന മകൻ മരുന്ന് കുപ്പിയുടെ അടുത്തേക്ക് നീങ്ങി. വർണ്ണാഭമായ കുപ്പിയും അതിലെ ദ്രാവകവും അവനെ വല്ലാതെ ആകർഷിച്ചു. കളിപ്പാട്ടം പോലെ അവൻ അത് എടുത്ത് ഒറ്റ ശ്വാസത്തിൽ കുടിച്ചു. അത് മുഴുവനും അകത്താക്കി. മുതിർന്നവർക്ക് മാത്രം, വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്നായിരുന്നു അത്. അല്പസമയത്തിനകം ആ കുട്ടി കുഴഞ്ഞു വീണു. കാര്യം മനസ്സിലായ അമ്മയുടെ ഹൃദയം പിടഞ്ഞു. അവൾ ഭയന്നു വിറച്ചു. കൈകാലുകൾ വിറച്ച് അവൾ അവനെയും വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. പക്ഷേ വിധി നിർദ്ധയമായിരുന്നു. ആ കുഞ്ഞ് അവരുടെ കൺമണി ജീവനറ്റ ശരീരമായി മാറി. അമ്മ തകർന്നുപോയി. അവളുടെ ലോകം ഇരുണ്ടുപോയി. ഭർത്താവിനെ എങ്ങനെ നേരിടുമെന്ന ചിന്ത അവളെ വല്ലാതെ പരിഭ്രാന്തയാക്കി. ദുരന്ത വാർത്തയറിഞ്ഞ് ഭർത്താവ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. മരിച്ചു കിടക്കുന്ന മകനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടുത്ത നിമിഷം അയാൾ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. തളർന്നു കിടക്കുന്ന അവളുടെ ആ മുഖത്തേക്ക് നോക്കി അയാൾ 4 വാക്കുകൾ മാത്രം മന്ത്രിച്ചു: ഐ ലവ് യു ഡിയർ. ആ വാക്കുകൾ കേട്ട് വെന്തുരുകുന്ന ശരീരത്തിലേക്ക് ആഞ്ഞു വീശിയ കുളിർക്കാറ്റ് പോലെയായിരുന്നു അത്. ഭാര്യ ഞെട്ടിത്തരിച്ചു. ഈ സങ്കടത്തിൽ തന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഉറപ്പായിട്ടും അയാൾ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. ഭർത്താവിൻ്റെ ഈ പ്രതികരണം പ്രവചനാതീതമായിരുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ഈ നിമിഷം ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? മാത്രമല്ല, കുപ്പി എടുത്തു മാറ്റാനുള്ള സമയം താൻ എടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നും അയാൾ ചിന്തിച്ചു. ആരെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കും നഷ്ടപ്പെട്ടത് അവരുടെ ഏക മകനെയാണ്. ഈ നിമിഷം അവൾക്ക് വേണ്ടത് ആശ്വാസവും പിന്തുണയുമാണ്. അതാണ് അയാൾ അവൾക്ക് നൽകിയത്. ക്ഷമയും സ്നേഹത്തിൻ്റെയും ആഴം ആ 4 വാക്കുകളിൽ അയാൾ നിറച്ചു. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ താങ്ങും തണലുമേകേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കഥ നമുക്ക് വ്യക്തമാക്കുന്നു. കുറ്റപ്പെടുത്തലുകൾക്ക് പകരം സ്നേഹത്തിലൂടെയും പിന്തുണയിലൂടെയും മാത്രമേ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയൂ എന്ന് ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നു. താങ്ക് യു.